എന്താണ് കാര്യമെന്നല്ലേ? വേറൊന്നുമല്ല മക്കളെ, ഫ്രഷേഴ്സ് ഡേ ഇന്നാണ് ആ സംഭവം. സീനിയേഴ്സ് കരുതിക്കൂട്ടി ചെയ്തതാ പോലും. ആരേലും ലീവായാലോ? തെണ്ടികൾ, കണ്ണിച്ചോരയില്ലാത്ത കുരുപ്പുകൾ. ഛേ, വല്ല പനിയും പിടിച്ചിരുന്നേൽ ഷോ ഇനിയിപ്പോൾ എന്തോ ചെയ്യും? രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം. ഇതാരാ? അത് ശരി, നാജിയായിരുന്നോ? അവളല്ലേലും എൻ്റെ മനസ്സ് വേഗം വായിച്ചെടുക്കും. എന്താ നിങ്ങളെ മുഖം വാടിയിരിക്കുന്നേ? ഡി പോത്തെ അങ്ങോട്ട് നോക്കൂ, ബോർഡിലേക്ക്. എന്താ? ഫ്രഷേഴ്സ് ഡേ. പടച്ച തമ്പുരാനേഷോ, വന്ന ട്രെയിൻ ലേറ്റ് ആവുമായിരുന്നെങ്കിൽ. ഹൈവ, ഫ്രഷേഴ്സ് ഡേ, കുറേ മൊഞ്ചൻ സീനിയേഴ്സിനെ കാണാം. ഇത് വേറെ ലെവൽ. എടി, എനിക്ക് പേടിയാവുന്നുണ്ട്. അവർ ശരിക്കും പണി തരുമോ? ഇല്ല, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും. എന്തേ, മതിയാ? പോടി പട്ടി. എടി, കാര്യം പറ. ഉറപ്പായും പണി തരും. നല്ല മുട്ടം പണി തരും. അത് സഹിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അതെന്താ? സീനിയേഴ്സ് മൊഞ്ചൻസിനെ വായി നോക്കി നിൽക്കുക. എപ്പിടി? എൻ്റെ കെട്ടിയോൻ ഒബാമ. ഒബാമ? അതാരാ? സീനിയേഴ്സ് ആരേലും ആണോ? ഇവളോടൊക്കെ അത് പറഞ്ഞ് നിന്നെ വേണം പറയാൻ ഇഷു. സോറി, ഏതൊരു തെറ്റും പോലീസുകാരന് പറ്റും. ഒലക്ക. ഹൈഷ്, നിങ്ങൾ ഈ പരിഹാരം കണ്ടെത്താൻ നോക്ക്. അല്ലാ, എനിക്ക് പേടിയാവുന്നു. എടി, എന്താ ചെയ്യുക ഷിഫു? എനിക്ക് നല്ലോണം പേടിയാവുന്നുണ്ട്. ബട്ട് കൂളായി നിൽക്കണം. ഇതൊക്കെ ജസ്റ്റ് ഒരു ഗെയിം അല്ലേ? ഒലക്കയുടെ മൂഡ്. എടി, സീനിയേഴ്സ് മുഴുവൻ ഷിഫുവിനെ നോട്ട് ചെയ്തിക്കണു. വേണ്ട, എനിക്ക് പേടിയാവുന്നുണ്ട്. അല്ലാ എനക്ക് തന്നെ പണി കിട്ടും. നമുക്ക് സഹിക്കാൻ പറ്റാത്ത പണികളാണ് ഒരുക്കിയത്. എനിക്ക് പേടിയാവുന്നല്ല. കുറേ നേരമായി ആ പെണ്ണിനെ ഇങ്ങളിട്ട് പേടിപ്പിക്കുന്നു. സോറി ബോസ്. എന്തിയാ അജു, എനക്ക് പൊള്ളിയാ? ഉഫ്, എനിക്ക് ചൂടെടുക്കുന്നു. അതെന്താ? ആരോ കലിപ്പ് കയറുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. പോടി. അനക്ക് പൊള്ളിയാ? അതിന് നീ പ്രേമനിരോധിയല്ലേ? സത്യം. സാരല്ലേ അജു, നമുക്ക് വേറെ പെണ്ണിനെ കൊണ്ട് അനക്ക് സെറ്റാക്കാം. എന്തിനാ വേറെ പെണ്ണ്? നമ്മുടെ ഷിഫു ഇവിടെ ഉണ്ടാവുമ്പോൾ. ഒലക്കയുടെ മൂഡ്. ഞാനുണ്ടല്ലോ ഒക്കത്തിനെയും പിടിച്ചൊരു പ്രേമം, മണ്ണാങ്കട്ട. എന്താ അജു ഇത്? എൻ്റെ സ്നേഹം എന്താ നീ മനസ്സിലാക്കാത്തേ? പോടി കുരുപ്പേ, ഓളെ ഒരു സ്നേഹം എന്ന് പറഞ്ഞ് കട്ടക്കലിപ്പിൽ അജു ഞങ്ങളുടെ അടുത്ത് നിന്നും പോയി. പിന്നെ ഇവിടെ എല്ലാവരും ഹലക്കിലെ ചിരിയായിരുന്നു. അവനെ ഇങ്ങനെ വട്ടം കളിപ്പിക്കാൻ നല്ല രസമാണ്. എന്താ ചെയ്യുക? അങ്ങനെ ലാസ്റ്റ് അവൻ്റെ പിന്നാലെ പോയി അവൻ്റെ പിണക്കമൊക്കെ മാറ്റിക്കൊടുത്തു. അങ്ങനെ ബെല്ലടിച്ച് ക്ലാസ്സിൽ കയറാൻ സമയമായി. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ കയറിയപ്പോൾ ഉണ്ട് ഇന്നലെ ഞങ്ങൾ കണ്ട മറ്റേ ചെക്കന്മാർ, നമ്മുടെ നാജീൻ്റെ കയ്യിൽ നിന്ന് അടിവാരി കൂട്ടിയ ടീംസ് ഞങ്ങളെ വരാന്തയിൽ കൂടി പോകുന്നു. എന്നെ കണ്ട് അതിലൊരുത്തൻ ചിരിച്ചു തന്നു. നാജി പഞ്ഞിക്കിട്ട ആളെ മാത്രം കണ്ടില്ല. അപ്പോഴാണ് എനിക്ക് കത്തിയേ, ഈ എന്നെ നോക്കി ചിരിച്ച ജന്തു ആരാ? ഇന്നലെ ഇവരെ കൂടെ കണ്ടില്ലല്ലോ. ഇനി അതാണോ ഇവരുടെ ഗ്രൂപ്പ് ലീഡർ? എന്തേലും തേങ്ങാക്കൊല ആവട്ടെ. ഞാൻ ക്ലാസ്സിൽ കയറാൻ നിൽക്കുമ്പോൾ ആരെയോ തട്ടിയത്. ആ ആളുടെ കയ്യിലുണ്ടായിരുന്ന ബുക്സൊക്കെ താഴെ വീണു. സോറി എന്ന് പറഞ്ഞ് താഴെ കിടക്കുന്ന ബുക്സൊക്കെ എടുക്കാൻ ഞാൻ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആ ആളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉഫ്, എന്ത് ലുക്കാണ് ഈ സാധനം, പടച്ചോനെ. ഇറ്റ്സ് ഓക്കെ, താങ്ക്സ്. അത്രയും പറഞ്ഞ് ആ പെണ്ണ് പോയി. ഇതെന്ത് സാധന? അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോൾ ആരാ? ഇതെന്താ മുഞ്ചത്തികളുടെ മത്സരമോ? ഫുൾ ലുക്കത്തീസാണല്ലോ. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ഷാഹിന. ഷിഫ്ല. ഓ ഹായ്, ഷിഫ്ല ഫസ്റ്റ് ഇയർ ആണോ? അപ്പോൾ ഇന്നല്ലേ നിങ്ങളുടെ ഫ്രഷേഴ്സ് ഡേ? പേടിയുണ്ടോ? പേടിക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു ഗെയിം പോലെ കരുതിയാൽ മതി. ഞാനും ഇതൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. നീ അധികം സംസാരിക്കില്ല, എല്ലാത്തിനും എന്ന് മാത്രം പറയണേ. അതൊന്നുമില്ല. നിങ്ങൾ ഏത് ഇയറാണ്? ഞാൻ PG ഫൈനൽ ഇയർ. എന്നാൽ ഞാൻ പോട്ടെ. അല്ല, നിൽക്കത്താ, എന്തേടി? ആ പെണ്ണ് കരയുന്നുണ്ടല്ലോ. ആര്? ഷിജുവിൻ്റെ കാര്യമാണെന്ന് നീ പറയുന്നേ? അതിഷ്ടപ്പെട്ട ആൾ നോ പറഞ്ഞ സങ്കടമാണ്. ഇൻസൈഡ് ലവ്. എന്നാൽ ഞാൻ പോട്ടെ പെണ്ണെ, നിങ്ങൾക്കുള്ള പണി റെഡിയാക്കാനുണ്ട്. ചെറിയ പണി മതി, വലുതൊന്നും വേണ്ട. ശരി. ദീ കോപ്പ മിസ് വരുന്നുണ്ട്, നീ എന്തോന്ന് നോക്കി നിൽക്കുക? ഹായ്. എന്നാൽ ശരി, പിന്നെ കാണാം ഷിഫ്ല. ഓക്കെ. ഷാഹിന എത്താ അതും പറഞ്ഞു പോയി. അപ്പോൾ തന്നെ നാജി എന്നെ വലിച്ച് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. കാരണം ടീച്ചർ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ബോർ ക്ലാസ് കേട്ടിരുന്നു. ഒടുവിൽ ആ അനൗൺസ്മെൻറ്റ് വന്നത്. എല്ലാ ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ്. ഈ അനൗൺസ്മെൻ്റ് എന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ 7 ആളുടെയും കാറ്റുപോയി. ഒരാൾ വേറെ ആരുമല്ല, അത് സനു. ഓൾക്ക് വായി നോക്കി നിൽക്കാമല്ലോ. അതങ്ങനെ ഒരു സാധനം. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി അവിടെ കണ്ടൊരു സീറ്റിലിരുന്നു. പേടിയുണ്ടേലും ആൾക്കാരെ മുന്നിൽ കാണിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ സ്റ്റേജിൽ ഒരുത്തൻ വന്ന് എന്തൊക്കെയോ തോന്നിവാസം വിളിച്ചു പറഞ്ഞു. ആ പ്രിൻസിപ്പൽ സാറിനെ വിളിച്ചു വരുത്തി. അയാളുടെ ലീലാവിലാസത്തിന് ശേഷം നേരത്തെ പോയ ചെക്കൻ വന്നു. അപ്പോൾ ഫ്രണ്ട്സ് തുടങ്ങല്ലേ? യെസ്.
അങ്ങനെ ആ സീനിയർ ചെക്കൻ ഓരോ ആൾക്കാരെ വിളിച്ചു വരുത്തി. അവരെ പണിയൊക്കെ കണ്ട് ചിരിച്ചു ചത്തു. നമ്മുടെ അമ്മുവിൻ്റെ, അനുവിൻ്റെ, നിഷുവിൻ്റെ, നാജീൻ്റെ, നിക്കുവിൻ്റെ പണി വന്നു. ഒരു ഗെയിമായിരുന്നു അത്. അവരൊക്കെ അടിപൊളിയായി കളിച്ചു. പിന്നെ വിളിച്ചത് വേറെ ആൾക്കാരെയാണ്. അവരുടേത് കണ്ടിട്ട് ചിരിച്ചു. ഓ എൻ്റെ പൊന്നോ, ഒരു കഥ. അങ്ങനെ പിന്നെ വിളിച്ചത് സനുവിനെയും അജുവിനെയും ആയിരുന്നു. കിട്ടിയ ടാസ്ക് കേട്ട് ഞങ്ങൾ ഞെട്ടി. അജുവിനോട് സനുവിനെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു. അയ്യോ, പ്രേമനിരോധി പ്രപ്പോസ് ചെയ്യുന്നു, അതും നമ്മുടെ കോഴിയെ. ആ പറഞ്ഞതിനെ ഞങ്ങൾ എല്ലാവരും ചിരിച്ചു. ഇനി ഇവൻ എന്ത് ചെയ്യും കാണാം. അയ്യോ അടിപൊളി. അത് പിന്നെ അജു വേഗമാവട്ടെ, എത്ര കാലമായി നിന്റെ പിന്നാലെ നടക്കുന്നു. എൻ്റെ അപ്പോൾ കറക്റ്റ് ആൾക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. എന്നാൽ പിന്നെ തുടങ്ങട്ടെ നിങ്ങളുടെ കലാപരിപാടികൾ. പറ അജു. അത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഈ നെത്തോലിയെ പ്രേമിക്കാൻ. പ്രേമിക്കാനല്ലല്ലോ, പ്രപ്പോസ് ചെയ്യാനല്ലേ പറഞ്ഞേ. അത് അജു വേഗം പറ. എടി, ഇതിൻ്റെ ബാക്കി ഞാൻ പിന്നെ തരാം തെണ്ടി. നിനക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? അതെ. എന്നാൽ പിന്നെ ഈ പണിയുടെ ഡബിൾ ചെയ്യേണ്ടി വരും. ഏതായാലും വേണ്ടിയില്ല. ഏതെങ്കിലും ടീച്ചേഴ്സിനെ പോയി തല്ലൂ. പടച്ചോനെ, ഇത് വല്ലാത്ത ചതിയായിപ്പോയല്ലോ. ടീച്ചറെ പോയി തല്ലാനോ? പണി പാളില്ലേ? അല്ല, ടീച്ചേഴ്സിനെ തല്ലിയാൽ പ്രശ്നമാവില്ലേ? ഇല്ല. അതാരാ പറഞ്ഞേ? നേരത്തെ രാവിലെ എന്നെ നോക്കി ചിരിച്ച ജന്തു. പടച്ചോനെ, അപ്പോഴാ സഹദ, ആഷിഖ് അവരൊക്കെ സ്റ്റേജിൽ കയറിയത്. വേഗം പോയി തല്ലൂ. അജു നേരെ നടന്നത് സരിത ടീച്ചറിൻ്റെ അടുത്തേക്കാണ്. പടച്ചോനെ, ഇനി എനിക്ക് പേടിയാവുന്ന ഒന്നും ഉണ്ടാവല്ലേ. ഡി, അജു തല്ലുമോ? ഈശ്വരൻ അറിയാം. ടീച്ചർ. അപ്പോൾ തന്നെ അജു സരിത ടീച്ചറുടെ തലയ്ക്ക് ഒന്ന് അങ്ങോട്ട് കൊടുത്തു. യാ അല്ലാ, ഇവൻ. അത് പിന്നെ ടീച്ചർ സോറി, ദേഷ്യം കൊണ്ടല്ല, ടാസ്ക് ആയതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് ടീച്ചർ വേഗം ഓഡിറ്റോറിയത്തിൽ നിന്നും സ്ഥലം കാലിയാക്കി. അടിപൊളി. ഇനി നിനക്കല്ലേ. നീ ഞങ്ങളിൽ ഏതെങ്കിലും സീനിയറിനെ സെലക്ട് ചെയ്ത് പ്രപ്പോസ് ചെയ്തോ? വണ്ടർഫുൾ. എന്തിയേ? ഒന്നുമില്ല. അവളെ രണ്ടാമത്തെ സീനിയർ ഇക്കാനെ സെലക്ട് ചെയ്തു. മൂപ്പരെ പ്രപ്പോസ് ചെയ്തു. അടിപൊളി. ബട്ട് ഈ ഇക്കാനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ ആഷിഖിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ മാതിരി ഒരു മുഖം കാണിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ എന്തിനാ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തേലും ആവട്ടെ. അവളെ സീറ്റിൽ വന്നിരുന്ന ടൈമിൽ എന്നെ വിളിച്ചു. യാ റബ്ബി. ഷിഫ്ല ഷെറിൻ. എന്നാ ബൗൾ, ഇതിലേതെങ്കിലും ഒരു ലോട്ട് എടുക്കൂ. ഞാനൊരു ലോട്ട് എടുത്ത് കൊടുത്തു. അത് വായിച്ച് ഒന്നാമത്തെ സീനിയർ ഹലാക്കിലെ ചിരിയായിരുന്നു. നല്ല അടിപൊളി ടാസ്ക്. ടാസ്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല. എന്താ ടാസ്ക്? ജാട വേണ്ട മോളെ. സഹദേ വേണ്ട. അവൾ പറഞ്ഞത് ശരിയല്ലേ. നീ എന്തിനാ ഭീഷണിപ്പെടുത്താൻ പോകുന്നേ? ഓ, നീ ആര്? പന്ന്. എന്താടാ നായി? അവരാന്നേൽ ഹലാക്കിലെ തല്ലായിരുന്നു. ഞാൻ എൻ്റെ ടീംസിനെ നോക്കിയപ്പോൾ അവർ കൈ മലർത്തി കാണിച്ചു. ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച്. ഒന്ന് നിർത്തുന്നുണ്ടോ? എൻ്റെ സൗണ്ട് കേട്ട് എല്ലാവരും എന്നെ നോക്കി. പടച്ചോനെ, പണി പാളിയോ? ഇല്ല. ഇനി എന്താ നോക്കി നിൽക്കുന്നത്? ചോദിക്കടി. സോറി പെങ്ങളെ. എടാ നിസ്സു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കലിപ്പ് കൺട്രോൾ ചെയ്യാൻ. ഇവന്മാരെ മുന്നിൽ എൻ്റെ പിന്നെ അവൻ തെറിയഭിഷേകം. ഇങ്ങോട്ട് നോക്കൂ, കുട്ടികളെല്ലാവരും നോക്കുന്നുണ്ട്. ഈ പെണ്ണിന് കിട്ടിയ ടാസ്ക് കൊടുക്കടാ. നിന്നെയൊക്കെ ഞാൻ പിന്നെ എടുത്തോളാം. ഷിഫ്ല, നിൻ്റെ ടാസ്ക് ഞങ്ങളിൽ ഏതെങ്കിലും സീനിയറിനെ സെലക്ട് ചെയ്ത് അവൻ്റെ കൂടെ ഡ്യുവറ്റ് ഡാൻസ് കളിക്കാനാണ്. പടച്ചോനെ, വലിയ ഇടുത്തിയെങ്ങാൻ എൻ്റെ തലയിൽ വീണിരുന്നേൽ. അല്ലാ, ഇവരിൽ ഒരാളെ പ്രപ്പോസ് ചെയ്യാനോ ആയിരുന്നേൽ ഓക്കെ. ഇത് ഡ്യുവറ്റ്. യാറപ്പി. അപ്പോഴാ രാവിലെ ചിരിച്ചു തന്ന ജന്തു. ഷിഫ്ല, നമ്മൾ പരിചയപ്പെട്ടില്ല. ഞാൻ ഷമീൽ. നമുക്ക് ഡ്യുവറ്റ് ഡാൻസ് ചെയ്യാം. അപ്പോൾ ഇവനാണ് ഇന്നലെ അവർ പറഞ്ഞ ഷാമി. ഇതാണ് ആ കോപ്പ് ഗ്രൂപ്പ് ലീഡർ. ഞാൻ ഊഹിച്ചത് ശരിയാ. കൺഫ്യൂഷൻ ഉണ്ടാവും. നോക്ക്, ഞങ്ങൾ 4 പേര് എഴുതിയ ലോട്ട് തരാം. അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം. ഓക്കെ കാക്കു. അങ്ങനെ ലോട്ടെടുത്ത് പേര് നോക്കിയതും പടച്ചോനെ, എന്നെ അങ്ങ് കൊല്ല്. ഷമീൽ എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പടച്ചോനെ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, വാ നമുക്ക് ഡെഡ് ഡാൻസ് കളിക്കാം. മര്യാദയെ മതി, ഇയാൾ ഒലിപ്പിച്ച് വിളിക്കേണ്ട. അങ്ങനെ അവർ സോങ് പ്ലേ ചെയ്തു. പടച്ചോനെ, ഈ പൊട്ടിനെ ഡാൻസ് അറിയൂലേ, എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ മേൽ തൊട്ടുള്ള കളിയൊക്കെ നന്നായിട്ട് അറിയാം. പട്ടി. ഇവനാണേൽ അരക്കെട്ട് നല്ലോണം മുറുക്കി പിടിക്കുന്നുണ്ട്. വേദനിച്ചിട്ട് വയ്യ. ഒരു ചവിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല. അങ്ങനെ പാട്ട് കഴിഞ്ഞ് എന്നിട്ട് ഈ കഴുത എൻ്റെ മേലുള്ള പിടുത്തം വിട്ടിട്ടില്ല. യാ റബ്ബി. ഇവൻ വിടിവിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ ഓവർ പിടിക്കുകയാണ്. ഞാനിനി എന്ത് ചെയ്യും? വിട് ഷമീൽ. ഇല്ല മോളെ, നീ എൻ്റെ പെണ്ണ. കേട്ടോടി. ഇല്ല, കേട്ടില്ല. അതിപ്പോൾ ആരാ പറഞ്ഞേ? നോക്കിയപ്പോൾ പടച്ചോനെ ഒരു മൊഞ്ചൻ. എന്നാ ലുക്കാ. കാപ്പിക്കുരു പോലത്തെ കണ്ണും. ഇതേതാ മൊഞ്ചൻ? ഇതുവരെ കാണാത്ത മുഖം. അല്ല പെണ്ണെ, അനക്ക് എന്താ കണ്ട ചെക്കന്മാരെ നോക്കല പണി? നോക്കല്ലേടി പുല്ലേ. നീയോ? എന്താ നിനക്ക് വേണ്ടത്? അവളെ അങ്ങ് വിട്ടാൽ മതി.
ഇവൾ നിന്റെ പെണ്ണൊന്നും അല്ലല്ലോ. എൻ്റെ പെണ്ണാവണം എന്നില്ല, ബട്ട് ഇങ്ങനെ ഒരു പെണ്ണിനെ എല്ലാവരുടെയും മുന്നിൽ ഇട്ട് നിർത്തിപ്പോടാ ചെറ്റേ. ടാ പന്നെ സിലു, കുറേ നേരമായി ഈ നായി പെണ്ണിനോടൊരുമാതിരി. റയ്യു പറഞ്ഞു. ഈ ഞാൻ പറഞ്ഞപ്പോൾ അവൻ വന്ന് ഇല്ലേൽ നീയും ഷമീലും കൂടി തല്ലാവും. അൻ്റെ സോറി അളിയാ, നിനക്ക് ഷിഫ്റ്റിലെ വെറുതെ വിടുന്നതാ നല്ലത്. എൻ്റെ പെണ്ണിനെ ഞാൻ പിടിക്കും, മേണൽ ഇതാ കയറി ഉമ്മ വയ്ക്കും. യാ റബ്ബി, അവൻ അവൻ്റെ വൃത്തികെട്ട മുഖം അടുപ്പിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ മൊഞ്ചൻ എന്നെ നോക്കുന്നു. ഹേ, ഇവ എങ്ങനെ? അപ്പോൾ ഷമീൽ അല്ലാ വാഴ വെട്ടിയിട്ട പോലെ കിടക്കുന്നു നിലത്ത്. ചിരിക്കണം എന്നുണ്ട്, ബട്ട് ഞാൻ ചിരിച്ചാലേ അവർ എന്നെ പഞ്ഞിക്കിടും. പിന്നെ അവിടെ നടന്നത് ഒരു അടിപൂരമായിരുന്നു. അപ്പോൾ ഉണ്ട് മൊഞ്ചൻ. ഡാ റയ്യു, ഇവളെ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ആക്കി കൊടുക്കും. നിസ്സു വാടാ. ഓക്കെ. അവിടെ പിന്നെ തൃശ്ശൂർ പൂരമായിരുന്നു. അപ്പോൾ ഷിഫ്ല. ഹേ, പേടിച്ചാ? വാ, എല്ലാവരും പോയി. ഞാൻ സീറ്റിൽ നോക്കിയപ്പോൾ ഒന്നിനെയും കാണാനില്ല. അതിവിടെ തല്ല് നടന്നപ്പോൾ എല്ലാവരെയും ക്ലാസ്സിൽ വിട്ടതാ ടീച്ചേഴ്സ്. വാ, ഞാൻ നിന്നെ ക്ലാസ്സിൽ കൊണ്ടാക്കാം. ഞാൻ ലാസ്റ്റായി ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. മൊഞ്ചൻ ഫുൾ തല്ലില്ല. പിന്നെ ഞാൻ ഈ കാക്കുൻ്റെ കൂടെ ക്ലാസ്സിലേക്ക് വിട്ടു. അല്ല, നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് റയ്യാൻ. അപ്പോൾ എന്ത് റയ്യൂക്ക? ഞാൻ ഇനി അങ്ങനെ വിളിച്ചോളാം. സൂപ്പർ. ഇനി ഇജ്ജ് എൻ്റെ പെങ്ങളും. ഡബിൾ ഓക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ച് ലാസ്റ്റ് ക്ലാസ്സിലെത്തി. ഇങ്ങളെങ്ങനെ ഒറ്റത്തടിയായി നടക്കല്ലേ, പോടി. അല്ല, കാര്യം എനിക്ക് സഹിക്കുന്നില്ല. ആയിക്കോട്ടെ, നിഷു ഓഡിറ്റോറിയത്തിൽ നോക്കാം. ദേടി ഷിഫു എവിടെ? നിൻ്റെ ഫ്രണ്ട്സ് തേടി എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ താങ്ക്സ് റയോക്കെ, ഇവരെ പരിചയപ്പെടുത്തരാം. അങ്ങനെ ഞങ്ങൾ 4 പേരും നല്ല കമ്പനിയായി. എന്നാൽ ശരി കാക്കു, പിന്നെ കാണാം. ഓക്കെ ഡി, ബൈ റയോക്ക, ബൈ പെങ്ങൾസ്, ബൈ. ഒന്ന് ചിരിച്ചു തന്ന് മൂപ്പരും പോയി. ഞങ്ങൾ ക്ലാസ്സിലേക്ക് ചെന്നു. ഹലോ, അവളെ മാത്രം മതിയോ, നായകൻ വേണ്ടേ? അപ്പോൾ ഞാനാണ് കേട്ടോ അവൾ പറഞ്ഞ മൊഞ്ചൻ. എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ നടക്കുന്നത് നോക്കാം. റയ്യു അവളെ കൊണ്ടാക്കി വന്നു. പിന്നെ ബാക്കി ടീംസും വന്നു. ഡാ റയ്യു, നീ വലിയ ഹീറോയിസം കാണിക്കേണ്ട ഷസിൽ. ഞാൻ എന്തേലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യും, കേട്ടോടാ. അങ്ങനെ ഇപ്പോൾ അവൻ ഞെളിയണ്ട പട്ടി. ഡാ നിർത്ത്. അവൻ നാളെ ഇങ്ങോട്ട് വന്ന് 2 അക്ഷരം പഠിക്കാനുള്ളതാ, വിട്ടേക്ക്. ഇതാരാ നോക്കിയപ്പോൾ ജാബിർ സാർ. അയ്യോ സാർ, മതി സാരമില്ല, ഓക്കെ, നിർത്തിയിട്ട് ക്ലാസ്സിൽ പോകാൻ നോക്ക്. ഞങ്ങൾ അപ്പോൾ തന്നെ സ്ഥലം കാലിയാക്കി. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയുണ്ട് ജുനു ഞങ്ങളുടെ അടുത്ത് വരുന്നു, ഒരു വടിയും കൊണ്ട്. വാസിലു, നമുക്കവരെ പഞ്ഞിക്കിടണം. ഡാ പോത്തെ, പൂരം കഴിഞ്ഞാന്ന് വെടി പൊട്ടിക്കുന്നേ. അയ്യോ സോറി, ലേറ്റായില്ലേ? ഇല്ലടാ, നേരത്തെയാണ്. വെരി ഗുഡ് കോപ്പേ. സാരമില്ല. ബാക്കി എവിടെ? നോക്ക് സിലു, ഈ മുബി എനിക്ക് കൊടുന്ന സാധനം നോക്ക്. എന്താണ്? ക്രയോൺ. ഞാൻ എന്താ LKG കുട്ടിയോ? നിനക്കല്ല, പിന്നെ നിന്റെ അനിയന് വേണ്ടി മേടിച്ചതാവൻ. മിനിഞ്ഞാന്ന് എന്നോട് മേടിച്ചു തരാൻ പറഞ്ഞിരുന്നു. അയ്യേ സോറി മുബി. സാരമില്ല. എന്നാൽ മതി മക്കൾസ്, നമുക്ക് ക്ലാസ്സിൽ പോവാം. ഓക്കെ ഷാഹി. ഞങ്ങൾ ക്ലാസ്സിലേക്ക് വിട്ടു. ഇനി നിങ്ങൾക്ക് ഒരുപാട് സംശയമുണ്ടാവും, ഒക്കെ മാറ്റിത്തരാട്ടാ. ആദ്യം ഞാൻ. എൻ്റെ പേര് ഷാസിൽ അലി ഇബ്രാഹിം സമീത എന്നിവരുടെ മൂത്ത കുട്ടി. എനിക്കടിയിൽ 2 കുരുപ്പുകളുണ്ട്, ഒരു അനിയനും ഒരു അനിയത്തിയും. അവരെ പിന്നീട് പറഞ്ഞു തരാം. ഇനി എൻ്റെ ഫ്രണ്ട്സ്. ആദ്യം റയ്യാൻ കരീം എന്ന ഞങ്ങളുടെ റയ്യു. അവനാണ് എൻ്റെ കൽബ്. അവനും ഞാനും 1ാം ക്ലാസ് മുതലേ ഉള്ള പരിചയമാണ്, എൻ്റെ സീക്രട്ട് പാർട്ട്ണർ. പിന്നെ ഷാഹിന, ഞങ്ങളുടെ ഷാഹി. ആളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ചെക്കൻ ദുബായിലാണ്. ഷാദിൽ എന്നാണ് ചെക്കൻ്റെ പേര്. പിന്നെ ഇവൾ സൈലൻ്റ് ആണേലും ഞങ്ങളുടെ ഇടയിൽ വയലൻ്റ് ആണ്. ഒടുക്കത്തെ കുരുട്ടുബുദ്ധിയാണ് ഇവക്ക്, കണ്ടാലാരും പറയില്ല. പിന്നെ സൽമ എന്ന സലു, പൊട്ടിത്തെറിച്ച കുരുപ്പ. അവളെ ചെക്കനാണ് മുബിൻ അലി എന്ന മുബി, ഞങ്ങളുടെ സൈലൻ്റ് കുട്ടി. പിന്നെ നിയാസ് അഹമ്മദ് എന്ന നിസു, ഞങ്ങളുടെ കൂട്ടത്തിലെ സിംഗിൾ മച്ച. പ്രേമം നമുക്ക് സെറ്റാവില്ല എന്ന നിലപാടുള്ള വ്യക്തി. പിന്നെ ഉള്ളത് ജുനൈദ് റഹ്മാൻ എന്ന ജുനു. അൽ പൊട്ടനാണ്, എന്നാലും ഞങ്ങളുടെ കിടുക്കാച്ച ഐഡിയയ്ക്ക് ഇവൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോവും. ചിലത് പൊട്ടിപ്പാളീസാവും, ചിലത് നടക്കും. 90% എല്ലാ പ്ലാനും പൊട്ടിയിട്ടാണ്, 10% മാത്രമേ നടക്കുന്നത്. പിന്നെ നമ്മുടെ ജുനു, അവൻ്റെ ഇണക്കിളിയെ തേടി നടക്കുകയാണ്. ജുനുവിന് പറ്റിയ കൂട്ടാണ് നമ്മുടെ ഷാഹിൻ്റെ കുരുട്ടുബുദ്ധി. ഞങ്ങൾ PG ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശത്രു ടീംസ് നമ്മുടെ ക്ലാസ്സിൽ തന്നെയാണ്. ഞങ്ങൾ ശത്രുക്കളാവാൻ കാരണം ഒരു ദിവസം ഞങ്ങളുടെ കോളേജിൻ്റെ പണി കഴിയാത്ത ഭാഗത്തിരുന്ന് ഡ്രഗ്സും മറ്റും ആർക്കോ കൈമാറുന്നത് നമ്മുടെ മുബി കണ്ടു. ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അവർക്കൊരു മാസം സസ്പെൻഷനും കിട്ടി. അതിൽ പിന്നെ ഞങ്ങൾ ശത്രുക്കളാണ്. നാക്കെടുത്ത് തീർന്നില്ല, 3 കയറി വരുന്നുണ്ട്. എടാ ഫാസിൽ എവിടെ?
അവനേതോ പെണ്ണിൻ്റെ ഫ്രണ്ടിനെ കയറി പിടിച്ചതും അവൾ നൈസായിട്ട് സെൻറ്റർ പോയിന്റിലേക്ക് കൊടുത്തു. പടച്ചോനെ, ഇതൊക്കെ എപ്പോൾ? ഇന്നലെ ചൊറിയാൻ പോയപ്പോൾ അവൾ നൈസായി മാന്തി. അടിപൊളി. എന്നിട്ട് എങ്ങനെയുണ്ട് അവനക്ക്? 1 മാസം ബെഡ് റെസ്റ്റ് ആണെന്നാ പറഞ്ഞേ. എന്തായാലും ആ പെണ്ണിനെ എനിക്ക് കാണണം. ഫസ്റ്റ് ഇയർ ആണ് പെണ്ണ്. എൻ്റെ പെങ്ങളോട് ചോദിക്കാം. എൻ്റെ പെങ്ങളോ? ആ, ഷിഫ്ല, അവളെൻ്റെ പെങ്ങളാ. എപ്പോ? ഇപ്പോൾ നേരം. അങ്ങനെ അവളാൾ ഭയങ്കര സൈലൻ്റ് ആണ്, ബട്ട് അടുത്താലേ നല്ലോണം മിണ്ടു. നീ എപ്പോൾ പരിചയപ്പെട്ടു? രാവിലെ. അപ്പോഴാ ഷമീൽ എൻ്റെ അടുത്തേക്ക് വന്നത്. ഡാ ഷാസിലെ, നീ ഒന്ന് ഓർത്തോ, അവൾ എൻ്റെ വലയിൽ വീണ നീ അവളുടെ കൺവെട്ടത്ത് പോലും നിൽക്കരുത്. ഫൈൻ, കാണാം. എൻ്റെ പെങ്ങൾക്ക് ബുദ്ധിക്ക് കുറവൊന്നുമില്ല. ശരിയെന്നാൽ എങ്ങനെയായാലും ഇന്നോ നാളെയോ അവൾ എൻ്റേത് മാത്രമാവും. പിന്നെ റയ്യു പറഞ്ഞ പോലെ അവൾക്ക് ബുദ്ധിക്ക് തകരാറൊന്നുമില്ല. ഡാ, ഞാൻ എന്തായാലും അവളെ പിന്നാലെ പോവൊന്നുമില്ല. നിന്നെപ്പോലെ ഒരുത്തൻ്റെ പെണ്ണാവുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്കറിയാം നിനക്ക് അവളെ എന്തിനാന്ന്. ആ മോഹം നടക്കില്ല മോനെ. റയ്യുവിൻ്റെ പെങ്ങൾ എൻ്റെയും പെങ്ങളാ. അപ്പോൾ അവളുടെ സംരക്ഷണം നോക്കി നടത്തേണ്ടത് ആങ്ങളമാരുടെ ചുമതലയാണ്. കലക്കി സിലു. സിലു അപ്പോൾ തന്നെ വിസിലടിച്ചു. ഞാൻ അവളെ നോക്കി സൈറ്റടിച്ചു ഷമീലിനെ നോക്കി. കാണാം ആര് ജയിക്കുമെന്ന് മിസ്റ്റർ ഷമീൽ. കാണാം മോനെ ഷാസിൽ. കാണാം.